ഇറങ്ങിയാ 3:40 നമ്മൾ കൃത്യനിഷ്ഠ പാലിക്കണം. 4 മണിക്കൂടെ എത്താന്ന് പറഞ്ഞു. ഇവിടെ നാടകം വയ്യ. അച്ഛാ അച്ഛനെ കണ്ടപ്പോ കല്യാണ ചെക്കനെ പോലെ ഉണ്ടല്ലോ. യു ലുക്ക് സോ യങ് ഡാഡി. ഇവിടെ ആ ബാലു അവരൊക്കെ വരട്ടെ. ഒരു കാര്യം പ്രത്യേകം പറഞ്ഞേക്കാം. അവിടെ ചെന്നിട്ട് ഈ പെണ്ണിനും ചെറുക്കനും തമ്മിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പിന്നെ അവരോട് അധികം സംസാരിക്കാനൊന്നും നിൽക്കരുത്. അതെ പറഞ്ഞ കേക്ക്. വേറൊന്നും കൊണ്ടല്ല, പ്രത്യേകിച്ച് ഈ ശങ്കരനെ വാ തുറക്കാൻ സമ്മതിക്കരുത്. കാരണം ശങ്കരനെ പിന്നെ അതിന്റെ ആവേശം കയറിയിട്ട് അവരോട് പറഞ്ഞു നിങ്ങളെല്ലാവരും ചട്ടമ്പികളുടെ ആ കഥയൊക്കെ ഉണ്ടല്ലോ, പഴയ കഥകൾ, അതൊക്കെ അവിടെ വിവരിക്കും. പിന്നെ അവസാനം അവർ വിചാരിക്കും നിങ്ങൾ ഗുണ്ടകളാണെന്ന്. ഇതാണ് ഒരു പ്രായം ചട്ടമ്പി ആയി കഴിഞ്ഞാൽ പിന്നെ ജീവിത അവസാനം വരെ ചട്ടമ്പിളിയാണ്. എന്റെ അമ്മ കേശവ്, ഇത് ആരുടേത്? ജൂനിയർ ബാലു. കേശവ് നിന്റെ അടുത്തൊരു കാര്യം പറയാം. അവിടെ പോയി കഴിഞ്ഞാൽ നിന്റെ ട്യൂഷൻ ക്ലാസ്സിലെ കഥയും ജനസേവാ കേന്ദ്രത്തിലെ കഥയൊന്നും പറഞ്ഞ് തള്ളരുത് പ്ലീസ്. ഡീസെന്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. ഓക്കെ ചേച്ചി, കേശുവിന് കള പറഞ്ഞാടാൻ അറിയാം കേട്ടാ. മക്കളെ അവരൊക്കെ വിളിച്ചോണ്ട് വാ. ഓക്കെ ചേട്ടനൊക്കെ വീടാ. ഞാനായിട്ട് എന്തെങ്കിലും സംസാരിക്കണോ? ഒരു വക മിണ്ടരുത്. കാരണവരായിട്ട് ഇരുന്നാ മതി. സാധാരണ കാരണവന്മാർ സംസാരിക്കാറില്ല. പിടിച്ചിടുന്നവരെ ഞാറ്റ്. ആരെ എന്ത് പിടിച്ചിടും? പെണ്ണിനെയും കുടുംബത്തിനെയും എന്റെ ചൂണ്ടെ പിടിച്ചിരുന്നവരെ ഞാറ്റെന്ന്. അപ്പൊ നമ്മള് എങ്ങനെ പോണത്? ഇവിടുന്ന് എങ്ങനെ പോണെന്ന്? ഇവിടുന്ന് എങ്ങനെ പോയി നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഇറങ്ങി മെയിൻ റോഡ് നിന്നാൽ മതി. ഇവിടെ ഇറങ്ങിയാൽ മതി. റിട്ടേൺ പോകണം. ഓട്ടോ കിട്ടും. നമുക്കതിന് പിടിച്ചു പോവാം. ഓട്ടോ പിടിച്ചു പോവാം. അല്ല അച്ഛാ, 5 പേരും കൂടെ ഓട്ടോയിൽ കേറുവോ? അടുത്തല്ലേ 5 പേരും കൂടെ തഞ്ചത്തിലേക്ക് പോയിട്ട് വരാം. വിഷ്ണു എവിടെ? പുറകെ കൂടെ ഇറങ്ങി ഓടിയാ? അവൻ ഒരുങ്ങിയായിരിക്കും. നല്ല രീതി ഒരുങ്ങണ്ടെന്ന്. അവന്റെ തൃപ്തിയല്ലേ നമ്മളെ തൃപ്തി. വിഷ്ണു യേശു മോനെ ഒരു കാര്യം പറയട്ടെ. മോനെ അവിടെ ചെല്ലുമ്പോഴേ അവര് പല പല പലഹാരങ്ങളെ കൊണ്ടുവയ്ക്കും. ചാടി വീഴരുത്. അവർ കഴിക്കും മോനെ എന്ന് പറയും. വേണ്ടെന്ന് പറയും. അച്ഛൻ്റെ മുഖത്ത് പോകണം. അച്ഛൻ ഇങ്ങനെ ആകുമ്പോൾ എടുത്തിടും. പക്ഷെ അള്ളിയിട്ട് വീഴരുത്. അഥവാ കല്യാണങ്ങൾ നടന്ന നിന്റെ ജീവിത അവസാനം വരെ അവർ ആക്രാന്ത യേശു എന്ന് വിളിക്കും. അതുകൊണ്ട് അറിയാലോ. അച്ഛൻ കാണിച്ചതിന് ശേഷം 1 2 എടുക്കുക. കുഴപ്പമില്ലടേ, അവൻ പൊതിഞ്ഞ് എടുത്തോളൂ. അവന്റെ മനസ്സിൽ പോലും തോന്നുന്ന കാര്യം പറയില്ലേട്ടാ. മക്കളെ മാറ്റി വേടാ. അച്ഛാ, ഞാൻ കൺട്രോൾ ചെയ്ത് നിന്നോളാം. ഒന്നുമില്ലെങ്കിലും ഇത് എന്റെയും കൂടെ ഫസ്റ്റ് പെണ്ണ് കാണൽ ചടങ്ങല്ലേ. കേശുവിന് പിന്നെ പെണ്ണ് കാണേണ്ട ആവശ്യമൊന്നും വരത്തില്ല. എത്തിയല്ല നമ്മുടെ കഥാനായകൻ. എന്റെ ചെറുക്കനെ കണ്ട എങ്ങനെ ഇരിക്കണ്? അല്ല പളവളായിരിക്കണ്. അമ്മ എങ്ങനെയുണ്ട് മോള്? നല്ല ക്ലാസ് ലുക്ക് ഉണ്ട് മോനെ. സംഭവമൊക്കെ കൊള്ളാല്ലേ? പിന്നല്ലാതെ. എന്നാലും ചെറുതായിട്ട് ഫാൻസി ഡ്രസ് പോലെ ആയിപ്പോയോ എന്ന് ഡൗട്ട്. ഒരർത്ഥത്തിലാണല്ലോ. ചേട്ടൻ ഇങ്ങനത്തെ ഡ്രസ് ഒന്നും ഇടാറില്ലല്ലോ ചേട്ടാ. പിന്നെ ഇപ്പൊ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പോയിട്ട് വാ. ആണല്ലേ? പോയിട്ടോ ചേട്ടാ. ഓൾ ദി ബെസ്റ്റ്. പോണതിന് മുമ്പേ 2 കാര്യം. വാ തുറക്കരുത്. നീ അള്ളിയിട്ട് വാരുന്നത്. ഓക്കെ ഓട്ടെ? ബാലു ഒരു കാര്യം, അവിടെ ചെന്ന് വടക്കൻ ഭാഷ സംസാരിക്കരുത്. ഇല്ല, നിർത്തിയിരിക്കണു. പോയിട്ട് തരാം. ഞാൻ അവിടെ ഒന്ന് വാ തുറന്ന് എന്താ കുഴപ്പം? നിങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾക്കാണ് കുഴപ്പം. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8 നും 15 ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. 1.5 മണിക്കൂറായി പെണ്ണ് കാണാൻ പോയിട്ട്. ഇതുവരെ കണ്ടില്ലല്ലോ. കണ്ട കോളേജ് ചേട്ടന്റെ പെണ്ണിനെയും ചെക്കനെ ഇഷ്ടപ്പെട്ട് കാണും. രണ്ടും കൂടെ സംസാരിച്ചിരിക്കണ്ടോ അവിടെ? ഇനി ചേട്ടന്റെ കാര്യം തന്നെയാണോ? പോകച്ചോട് സെറ്റായാ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ തരത്തിലൊരു പെങ്കൊച്ചിനെ എനിക്ക് കമ്പനി അടിക്കാൻ കിട്ടുമല്ലോ. എന്റെ ദൈവമേ, അങ്ങനെ ഒരു പെങ്കൊച്ചി ഇവിടെ വന്ന് കേറുകയാണെങ്കിൽ ഞാൻ ആ കൊച്ചിന്റെ അടുത്ത് ആദ്യം തന്നെ പറയും, നീ ആയിട്ട് ഒരു കമ്പനിക്ക് നിൽക്കരുതെന്ന്. എന്തെന്നാമേ, ഞാൻ എന്റെ സിസ്റ്ററിലോട് പൊന്നുപോലെ നോക്കും. എന്തേ എന്ത് പോയവരൊക്കെ എന്തേ? ബാക്കിയുള്ളവരാ ഇനി മേല അവരൊപ്പം ഇങ്ങനത്തെ സ്ഥലത്തോട്ട് തന്നെ പറഞ്ഞു വിടില്ലാട്ടാ. ഇനി ഞാൻ പോവില്ല. ഞാൻ പോവില്ല. എന്താ കാര്യം പറ. എന്തോന്ന് കാര്യം? വെറുതെ നാടൻ കാണാനായിട്ട്. ഇനി ഞാൻ പെണ്ണ് കാണാൻ പോവാണെങ്കിൽ ഒറ്റയ്ക്ക്, ഇല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സിനൊപ്പം. ഇനി അവരുടെ ഒപ്പം പോവില്ല. അപ്പൊ അത് ശരിയായില്ലേ? ഞാൻ ശരിയാക്കിയാനാ ഞാൻ. വരുന്നു. എന്ത് പറ്റി ബാലു? എവരിത്തിങ് ഈസ് ഓക്കേ. ഒരു ചിന്ന മിസ്റ്റേക്ക് ആണ് അച്ഛാ. അമ്മ പെണ്ണിന്റെ അനിയത്തി വിദ്യ കോളേജിൽ എന്നെക്കാൾ 1 വർഷം സീനിയർ ആയിട്ട് പഠിച്ചതാ.
നിന്നേക്കാൾ സീനിയർ ആയിട്ട് അപ്പൊ പെണ്ണിനെ ചേച്ചിനല്ലേ ഇവൻ കാണാൻ പോയത്? അതെ, ചേച്ചിക്ക് അപ്പൊ എത്ര വയസ്സുണ്ട്? 4 വയസ്സ് മൂപ്പ് എന്നെ കാട്ടി. ഈശ്വര, അപ്പൊ പെണ്ണിന്റെ വയസ്സൊന്നും ചോദിക്കണ്ടാണോ പോയെ? അതെങ്ങനെ? ആ പെണ്ണിന്റെ അച്ഛൻ തങ്കരാജിനെ പോലും ഇവിടെ ആർക്കും പരിചയമില്ലല്ലോ. മോനെ ശശിരാജൻ. അത് പോച്ചെന്ന് ഏത് രാജ? തങ്കരാജ്, ധ്യാനരാജ്, ശശിരാജ് എവിടെ നിന്ന് കിട്ടണമെന്നൊക്കെ? എടാ 3-4 വർഷത്തിന് മുമ്പ് ചെമ്പ് മൂക്കി വെച്ചാണ് ഈ പെണ്ണിൻ്റെ അച്ഛനെ പരിചയപ്പെടുന്നത്. എൻ്റെ മോള് രമ താമസിച്ചിരുന്ന വീട്ടിൻ്റെ അടുത്താണ് ഈ ഗിരിരാജൻ താമസിച്ചുകൊണ്ടിരുന്നത്. വൈ ഗിരിരാജനാ? ഓ, അതൊരു കോഴയല്ലേ? ശശിരാജൻ. ഓ, ശശിരാജൻ. ഇന്ന് കണ്ടപ്പോൾ ശശിരാജൻ പണിയോ പുതുക്കി. എന്നാലും പെൺകുട്ടിയുടെ പ്രായം ചോദിക്കേണ്ടായിരുന്നു ആദ്യമേ. ഇടേ കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് 10-22 വയസ്സ് കാണുമായിരിക്കും വിചാരിച്ചു. ഇത് കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നമാണ്. എവനും കെട്ടുപ്രായം കഴിഞ്ഞ് ചെറുക്കനാണെന്ന് അവിടെ ചെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വിചാരിക്കും ഒരു 10-40 വയസ്സായെന്ന്. ഡേയ്, ആണുങ്ങൾക്ക് 21 വയസ്സാണ് കെട്ടുപ്രായം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ അവിടെ ചെന്നപ്പോ അച്ഛന്റെ വക ഒരു പ്രസംഗം, അപ്പൂപ്പന്റെ വക ഒരു പ്രസംഗം. അപ്പൊ തന്നെ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞ്. പിന്നെ ഈ പെണ്ണിന്റെ അച്ഛനും കത്തിയൊക്കെ ഒട്ടും മോശമല്ല. എല്ലാം കഴിയുമ്പോ പെണ്ണിന്റെ അനിയത്തി, ഞാൻ പറഞ്ഞ ആള് വിദ്യ വന്ന് ബിയുടെ ചെറുക്കെന്ന് പറഞ്ഞിട്ട് കളിയാക്കിട്ടും കഴിഞ്ഞു ബാലേബേഷ്. പക്ഷേ പൊമ്പളനെ കാണാൻ കുഴപ്പമൊന്നുമില്ല. ഒന്നും മിണ്ടായിരിക്കും അപ്പൂപ്പ. ഇതൊക്കെ കഴിഞ്ഞ് കാര്യം മനസ്സിലാക്കി മിണ്ടാണ്ട് ഇറങ്ങാൻ പാടില്ല. എവിടെ ഇത് വെച്ച് അങ്ങ് കളിച്ച് തിരിച്ച് അങ്ങ് സംസാരിച്ച് അങ്ങ് ഉല്ലസിക്കല്ലേ നാണം കിടത്താനായിട്ട് എന്നെയും വച്ചിട്ട്. പോട്ടെ മക്കളെ, പെണ്ണുകാണെന്ന് പറഞ്ഞല്ലേ ഒന്ന് ശരിയായി വരുന്നൊരു കോമഡി തന്നെയാണ്. പക്ഷെ ആ ശശിരാജൻ ഇല്ലേ, എനിക്ക് കുറെ വർക്കേഴ്സിനെ തന്നു എൻ്റെ സൈറ്റിലെത്തി വേണ്ടി. സന്തോഷമായല്ലോ അല്ലേ അച്ഛന്റെ കാര്യം നടന്നു പോയപ്പ. ഏയ്, ശശിരാജനെ ഇവന് വേണ്ടി പെണ്ണോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് കൂടി കുറവായുള്ളൂ. ടെൻഷൻ അടിക്കാണ്ട് മക്കളെ, ഈ പരിപാടി രസമുണ്ടടാ. കാരണം ഞാൻ എവിടെ പറയാൻ ഇടന്നുണ്ട്, ഞാൻ ഈ പെണ്ണാണെന്ന് പോയിട്ടില്ല. അതിലൊന്നും അറിഞ്ഞുകൂടാ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് കാസർഗോഡ് മുതൽ കന്യാകുമാരി പെണ്ണ് കാണാം. എന്താ പറയുന്നത്? ഇതൊരു അവസരം തരാ. അപ്പൊ പിന്നെ എല്ലാരും സമാധാനമായിട്ട് പിരിഞ്ഞു. എന്താടാ തിരിഞ്ഞു കിടക്കുന്നത്? നിനക്ക് നേരെ തിരിച്ചു കിടക്കുന്നത്? ചുമ്മാ 3 വാക്ക്. വാടാ എന്താ മുണ്ടുവാടാ എന്തോടാ ഇത്? എന്തോടാ? ഒന്നുമില്ലേ? ജിലേബി, ലഡു, പഴം. ക്യാഷും അപ്പൂപ്പൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി എടുക്കണം. മാക്സിമം ശ്രമിച്ചേ, പിടിച്ചേക്കാൻ പറ്റിയില്ല.